ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും അച്ചോസ് മാത്സ് ലോജിക്കിലേക്ക് സ്വാഗതം. +1 മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു ഇൻട്രഡക്ഷൻ നോക്കാം. ദ വേർഡ് ട്രിഗ്നോമെട്രി ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ്സ് ട്രിഗോൺ ആൻഡ് മെട്രോൺ, വിച്ച് മീൻസ് മെഷറിംഗ് ദ triangles. In this chapter, we will generalize the concept of trigonometric ratios to trigonometric functions. First of all, നമുക്ക് ആംഗിൾസ് നോക്കാം. ആംഗിൾസ്. Angle is a measurement of rotation of a given ray about its initial point. ഇപ്പോൾ ഒരു ഇനീഷ്യൽ ലൈൻ വെച്ച് ഇതൊരു ഇനീഷ്യൽ റേ ആയിട്ട് എടുക്കും, OA. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു, ഈ ഡിറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റീച്ച് ചെയ്യുന്ന പൊസിഷൻ ഇങ്ങനെ വരക്കാം. ഇത് OB. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ വന്നു, ഈ മെഷർമെൻറ്റാണ് ആംഗിൾ. ശരിക്കും പറഞ്ഞാൽ OA എന്നില്ല ഇനീഷ്യൽ റേ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു ടെർമിനൽ പൊസിഷനിലെത്തി. അപ്പോൾ ഇത് ഇനീഷ്യൽ റേ എന്ന് എഴുതാൻ നമുക്ക്. ഇത് പിന്നെ ടെർമിനൽ റേ, ടെർമിനൽ സൈഡ്, ടെർമിനൽ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഇതാണ്, ഇതിൻ്റെ മെഷർമെൻറ്റാണ് ആംഗിൾ. അപ്പോൾ ആംഗിൾ ഈസ് ദി റൊട്ടേഷൻ ഓഫ് എ റേ എന്നെടുക്കാം. അതിലൊരു ഫിക്സഡ് പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ പോയിൻറ്റിനെ വെർട്ടെക്സ് ഓഫ് ദി ആംഗിൾ എന്ന് പറയാം. ഇവിടെ OA ആൻഡ് OB 2 റേസ് ആണ്. OA ആൻഡ് OB ആർ 2 റേസ്. അതിന് ആംസ് ഓഫ് ആംഗിൾ എന്ന് പറയാം, ആംസ് അല്ലെങ്കിൽ സൈഡ് എന്നും പറയാം. ഓക്കെ. അപ്പോൾ റൊട്ടേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് റൊട്ടേഷൻ ആൻഡ് നെഗറ്റീവ് റൊട്ടേഷൻ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആംഗിളും വരും, നെഗറ്റീവ് ആംഗിളും വരും. പോസിറ്റീവ്, നെഗറ്റീവ്. പോസിറ്റീവ് റൊട്ടേഷനിൽ നമ്മൾ ഒരു ഇനീഷ്യൽ റേ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ, ഇതാണ് പോസിറ്റീവ് ആംഗിൾ. ഈ തീറ്റ ഈസ് ദി ആംഗിൾ മെഷർമെൻറ്റ്, തീറ്റ ഈസ് പോസിറ്റീവ്, തീറ്റ പോസിറ്റീവ്. ഇവിടെ ഇനീഷ്യൽ റേ റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. ഇവിടെ തീറ്റയാണ് മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ എങ്കിൽ ഹിയർ തീറ്റ നെഗറ്റീവ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ പോസിറ്റീവ്, ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് എങ്കിൽ നെഗറ്റീവ്. അത് ആംഗിൾ മെഷർമെൻറ്റ്. ഇനി നോക്കിക്കോ, ഒരു ഇനീഷ്യൽ റേ OA, O എന്ന് പറയുന്ന പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ. റൊട്ടേറ്റ് ആയിട്ട് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വന്നതായിരിക്കും OB. അപ്പോൾ ഇത് ഇനീഷ്യൽ, ഇത് ടെർമിനൽ. അപ്പോൾ ഫുൾ ഇത്ര പേരും റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എത്ര മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ കവർ ചെയ്തു എന്ന് വിചാരിച്ചാൽ അതാണ് 180 ഡിഗ്രി. 180 ഡിഗ്രി എന്നുള്ളത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവും. ഇപ്പോൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്നും പറയുന്നതിന് സ്ട്രെയിറ്റ് ആംഗിൾ, ഇതാണ് സ്ട്രെയിറ്റ് ആംഗിൾ. സ്ട്രെയിറ്റ് ആംഗിൾ കിട്ടും. ഓക്കെ. അടുത്തത് 360 ഡിഗ്രീൻ്റെ നോക്കാം. ഒരു ഇനീഷ്യൽ റേ OA റൊട്ടേറ്റ് ചെയ്യുന്നു പോസിറ്റീവ് ഡിറക്ഷനിൽ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് അതേ പൊസിഷനിലെത്തി, ഫുൾ റൊട്ടേറ്റ് ചെയ്തിട്ട് സെയിം പൊസിഷനിലെത്തിയെന്നായിരിക്കും, സെയിം പൊസിഷൻ OB. അപ്പോൾ OA ആൻഡ് OB കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. OA ആൻഡ് OB, ഇനീഷ്യൽ റേ OA ആണ്, ടെർമിനൽ റേ OB. അപ്പോൾ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്തു. കോയിൻസൈഡ് ചെയ്താൽ അതെന്തായി, ടോട്ടൽ ഫുൾ സർക്കിൾ റൊട്ടേറ്റ് ചെയ്തു. ഹൗ മച്ച് ഡിഗ്രി? അതാണ് 360 ഡിഗ്രി. ഫുൾ റെവല്യൂഷനാണത്, ഫുൾ റെവല്യൂഷൻ. ഓക്കെ, റെവല്യൂഷൻ. ഇപ്പോൾ ഒരു ഫുൾ റിവോൾവ് ചെയ്യുമ്പോൾ 360 ഡിഗ്രിയാണ് റൊട്ടേഷൻ. അപ്പോൾ അങ്ങനെ ഡിഗ്രി മെഷറിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇപ്പോൾ ഒരു ഡിഗ്രി എന്താണ്? ഒരു ഡിഗ്രി നമുക്ക് നോക്കാം. ഒരു ഡിഗ്രി ഹൗ മച്ച്? ഒരു ഡിഗ്രി. അപ്പം നേരത്തെ പറഞ്ഞ ഫുൾ റൊട്ടേഷൻ ആണെങ്കിൽ 360 ഡിഗ്രി. അപ്പോൾ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ റേയും
അതിൽ 360 പാർട്സ് ആക്കുന്നു. ഒരു ഫുൾ സർക്കിളിന് ഇവിടെയുള്ള ഫുൾ സർക്കിളിന് 360 മൈന്യൂട്ട് പാർട്ടിക്കിൾ ആക്കിയാൽ മൈന്യൂട്ട് ആംഗിൾ ആക്കിയാൽ അതിൽ ചെറിയൊരു ആംഗിൾ ഇതാണ് 1 ഡിഗ്രി. ഇതിനെ 1 ഡിഗ്രി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ആക്ച്വലി അത് ഒരു സർക്കിളിൻ്റെ 1/360th പാർട്ടാണ്, സെക്ടറാണ് 1/360th. അപ്പോൾ ഇഫ് എ റൊട്ടേഷൻ ഫ്രം ഇനീഷ്യൽ സൈഡ് ടു ടെർമിനൽ സൈഡ് ഈസ് 1/360th ഓഫ് റെവല്യൂഷൻ, ദ ആംഗിൾ ഈസ് ടു ഹാവ് മെഷർ 1 ഡിഗ്രി. അതാണ് 1 ഡിഗ്രി. ഓക്കെ. അപ്പോൾ ഡിഗ്രി മെഷർ പറയുമ്പോൾ ഡിഗ്രീനെ അഗൈൻ അപ്പോൾ 60 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്താൽ അഗൈൻ 60 പാർട്സ് ആക്കിയാലതാണ് മിനിറ്റ്. അപ്പോൾ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റാണ്. 60 മിനിറ്റ്. അതിൽ മിനിറ്റിനെയും അഗൈൻ ഡിവൈഡ് ചെയ്താൽ അത് 60 സെക്കൻഡ്സ് കിട്ടും. അപ്പോൾ ഡിഗ്രീൻ്റെ ചെറിയ യൂണിറ്റാണ് മിനിറ്റ്, മിനിറ്റിൻ്റെയും ചെറിയ യൂണിറ്റാണ് സെക്കൻഡ്സ്. അപ്പോൾ നമുക്കറിയാം 60 സെക്കൻഡ്സ് ആണ് 1 മിനിറ്റ്. അതിൽ 60 മിനിറ്റ് ആണ് 1 ഡിഗ്രി. ക്ലിയർ? ഇനി ഡിഗ്രി മെഷർമെൻറ്റിൽ തന്നെ ഇപ്പോൾ ഒരു ഇനീഷ്യൽ റേ OA അത് ഇവിടെ എത്തിയായിരിക്കും, OBൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു? തീറ്റ അവിടെ ആംഗിൾ ആണെങ്കിൽ തീറ്റ ഈസ് 90 ഡിഗ്രി. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് 90 ഡിഗ്രി. അത് റൊട്ടേറ്റ് ചെയ്തിട്ട് OCൻ്റെ പൊസിഷനിലെത്തിയാൽ തീറ്റ ഈസ് 180 ഡിഗ്രി. അത് പോസിറ്റീവ് ഡിറക്ഷനിൽ ODൻ്റെ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് തീറ്റ 270 ഡിഗ്രി. ആൻഡ് ഇഫ് ഇറ്റ് കോയിൻസൈഡ് വിത്ത് OA കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ബിക്കംസ് 360 ഡിഗ്രി, ഫുൾ റെവല്യൂഷൻ. ക്ലിയർ? അപ്പോൾ അതിൽ തന്നെ ഇതിൻ്റെ ഹാഫ് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. 90 ഡിഗ്രീൻ്റെ ഹാഫ് ഇത്ര മാത്രമേ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. OA എന്നുള്ള ഇനീഷ്യൽ റേ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഇത് ഇനീഷ്യൽ, ഇത് ടെർമിനൽ. അപ്പോൾ ഇവിടെ തീറ്റ എന്നുള്ള മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് 90ൻ്റെ പകുതിയാണ്. 90/2 അതായത് 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കാം. ക്ലിയർ? അപ്പോൾ ഡിഗ്രി മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ ആണിപ്പോൾ പറഞ്ഞത്. അത് പോസിറ്റീവ് ഡിറക്ഷൻ ഉണ്ട്, നെഗറ്റീവ് ഡിറക്ഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ റേഡിയൻ മെഷർ. അപ്പോൾ there is another unit for measurement of angle called radian measurement. അവിടെ angle subtended at the center by an arc of length 1 unit in a unit circle. അതൊന്നുമില്ല, ഒരു സർക്കിൾ ഇമാജിൻ ചെയ്യും. അതിൻ്റെ സെൻറ്റർ ഇത് യൂണിറ്റ് റേഡിയസ് ആണെന്ന് വിചാരിക്കും. R is equal to 1 unit. Here also 1 unit. ഇവിടെ റേഡിയസ് അല്ല, ഇത് റേഡിയസ് ഓ സെൻറ്റർ A and B 2 പോയിൻറ്റ്സ് ഇൻ ദ സർക്കിൾ. ഇപ്പോൾ OA ആൻഡ് OB റേഡിയസ് ആണ്. ഇവിടെ റേഡിയസ് എടുക്കുന്ന 1 യൂണിറ്റ്, ഹിയർ ഓൾസോ 1 യൂണിറ്റ്. റേഡിയസ് സെയിം അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഈ ആർക്ക് ലെങ്ത്ത് അതും 1 യൂണിറ്റ് ആണ് എങ്കിൽ ഇവിടെ സെൻട്രൽ ആംഗിളായിട്ട് വരിക അതാണ് 1 റേഡിയൻ. അപ്പോൾ റേഡിയൻ മെഷർമെൻറ്റ് പറഞ്ഞാൽ സെക്ടറൽ ആംഗിളാണ്. ഈ സെക്ടറിൻ്റെ OAB എന്ന് പറയുന്ന ഈ സെക്ടറൽ ആംഗിളാണ് സെൻട്രൽ ഫോം ചെയ്യുന്നത്. അത് 1 റേഡിയൻ ആണ്. 1 റേഡിയൻ, RADIAN റേഡിയൻ. അപ്പോൾ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ ആണത്. ഇപ്പോൾ 1 യൂണിറ്റ് സർക്കിളിലുള്ള 1 യൂണിറ്റ് ആർക്ക് ലെങ്ത്ത് സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിൾ. ക്ലിയർ? ശരിക്കും ABയും B എന്നുള്ള കോഡ് വരച്ചാൽ AB എന്നുള്ള കോഡ് വരച്ച് കഴിഞ്ഞാൽ അതവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അതാണ് 1 റേഡിയൻ്റെ ഡെഫിനിഷനിൽ വരുന്നത്. ക്ലിയർ? ഇനി പിന്നെ ഇതേപോലെ 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളിൽ 1 യൂണിറ്റ് റേഡിയസ് ആണ്. ഇത് 1.5 ആണെന്ന് വിചാരിക്കും. 1.5 ലെങ്ത് യൂണിറ്റ് ആണെങ്കിൽ അത് 1.5 റേഡിയൻ എന്ന് പറയാം. 1.5 റേഡിയൻ. ഓക്കെ. അപ്പോൾ ഈ
സർക്കിളിൽ ഇത് ഇനീഷ്യൽ റേ OA, ഇത് പോസിറ്റീവ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ മുകളിൽ 90 ഡിഗ്രിയിൽ വന്നു കഴിഞ്ഞാലോ 90 ഡിഗ്രി മെഷറിൽ പറയും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഇപ്പോൾ റേഡിയൻ മെഷറിൽ പറയേണ്ടത് ഫുൾ സർക്കിളിൻ്റെ കാൽഭാഗം. അപ്പോൾ ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ 2π ആണ്. അപ്പോൾ 2πൻ്റെ കാൽഭാഗമാണ്. എത്ര വരും? π/2 റേഡിയൻ ആണത്. π/2 റേഡിയൻ. ഓക്കെ. അപ്പോൾ OA എന്നുള്ള ഇനീഷ്യൽ റേ റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വന്നു OB. അപ്പോൾ അവിടെ ഇല്ല റൊട്ടേഷൻ എത്ര വരും ടോട്ടൽ സ്ട്രെയിറ്റ് ആംഗിൾ ആകുമ്പോൾ? ഡിഗ്രി മെഷറിൽ പറഞ്ഞതിന് 180 ഡിഗ്രിയാണ്. അപ്പോൾ റേഡിയൻ മെഷറിൽ എങ്ങനെ പറയാം? പൈ റേഡിയൻ എന്ന് പറയാം. അപ്പോൾ 180 ഡിഗ്രിയാണ് പൈ റേഡിയൻ. ഫുൾ റെവല്യൂഷനിൽ 360 ഡിഗ്രിയാണ് 2π റേഡിയൻ. ഓക്കെ. അപ്പോൾ ഒരു സർക്കിളിൽ ഇപ്പോൾ ഒരു ആർക്ക് ലെങ്ത് സെൻറ്റർ റേഡിയസ്, ഇതും റേഡിയസ്, ഇവിടെ സെൻട്രൽ ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കുന്നു. ഇവിടെ ആർക്കിൻ്റെ ലെങ്ത്ത് L കൊണ്ട് ഡിനോട്ട് ചെയ്താൽ ഈ 3 സിമ്പൽ L, R, തീറ്റ കണക്ട് ചെയ്യുന്നൊരു ഫോർമുലയുണ്ട്. അതാണ് L = R തീറ്റ. L = R തീറ്റ. റേഡിയസും സെൻട്രൽ ആംഗിളും തന്നു കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ആർക്ക് ലെങ്ത്തും സെൻട്രൽ ആംഗിളും തന്നു കഴിഞ്ഞാൽ റേഡിയസ് കണ്ടുപിടിക്കുക. L/θ. ക്ലിയർ? ഇനി പഠിക്കേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ ആണ്. നമ്മൾ പറഞ്ഞു 2π റേഡിയൻ ആണ്. 2π റേഡിയൻ = 360 ഡിഗ്രി എന്ന് പറഞ്ഞു. ഹാഫ് ആക്കിയാൽ പൈ റേഡിയൻ = 180 ഡിഗ്രി എന്ന് വരും. അഗൈൻ ഹാഫ് ആക്കിയാൽ π/2 റേഡിയൻ = 90 ഡിഗ്രി എന്ന് വരും. അഗൈൻ ഹാഫ് ആക്കുന്നു π/4 റേഡിയൻ = 45 ഡിഗ്രി. അങ്ങനെ പോകും. അപ്പോൾ ആക്ച്വലി 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 റേഡിയൻ = 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ ആണ്. 1 റേഡിയൻ = 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ. അതല്ല 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ. π/180 റേഡിയൻ. 1 റേഡിയൻ = 180 ഡിഗ്രി ബൈ പൈ. അതിൽ 1 ഡിഗ്രി = π/180 റേഡിയൻ. ഓക്കെ. നമുക്കൊരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ലൈൻസ് ഫോർ ഡിഗ്രി മെഷർ ആൻഡ് റേഡിയൻ മെഷർ. 360 ഡിഗ്രി 360 ഉണ്ട്. 30 ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംഗിൾ മാത്രം. 45 ഡിഗ്രി, പിന്നെ 60 ഡിഗ്രി, അതുപോലെ 90 ഡിഗ്രി, 180 ഡിഗ്രി. നെക്സ്റ്റ് രണ്ടെണ്ണമുണ്ട്. 270 ഡിഗ്രിയും 360 ഡിഗ്രി. അതിൽ 30 ഡിഗ്രിക്കാണെങ്കിൽ അത് π/6, 45 ഡിഗ്രി ആണെങ്കിൽ π/4, 60 ആണെങ്കിൽ π/3, 90 ആണെങ്കിൽ π/2, 180 ആണെങ്കിൽ π, 270 ആണെങ്കിൽ 390, അതായത് 3π/2, 2π. ഫുൾ സർക്കിൾ ആകുമ്പോൾ 2π. ഇങ്ങനെയാണ് റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ. ഓക്കെ. ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യാം. നൊട്ടേഷണൽ കൺവേർഷൻ. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. പൈ = 180 ഡിഗ്രി. അത് ഓർമ്മിച്ചാൽ മതി. പൈ = 180 ഡിഗ്രി. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റേഡിയൻ മെഷർ = എന്ത് എഴുതാം? റേഡിയൻ മെഷർ, അത് ഏതായാലും ഏത് മെഷറായാലും റേഡിയൻ മെഷർ = π/180 ഇൻറ്റു ഡിഗ്രി മെഷറാണ്.
degree measure. Okay. Similarly, degree measure is equal to 180 by pi into radian measure. Okay. ഇനി കൺവേർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. കൺവേർട്ട് 40 degree 20 minute into റേഡിയൻ. അങ്ങനെ മാറ്റാം. അപ്പോൾ വി നോ ദാറ്റ് 180 degree ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ. ഇതാണ് ബേസ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് 40 degree ആൻഡ് 30 minute ആണ്. അപ്പോൾ 40 degree പ്ലസ് 30 minute അല്ലല്ലോ, 20 minutes. 20 minutes പറയുമ്പോൾ 20/60, അതായത് 1/3 ഡിഗ്രി. അപ്പോൾ ടോട്ടൽ 40 + 1/3 ഡിഗ്രിയിലേക്ക് മാറും. അതായത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ 41/3. അതിന് അത്രയും ഡിഗ്രിയിലാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് 121/3 എന്ന് കിട്ടും. ഇംപ്രോപ്പറിലേക്ക് മാറ്റിയാൽ ഇൻറ്റു റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. π/180 റേഡിയൻ കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 121 π ഡിവൈഡഡ് ബൈ 540 എന്നുള്ള ആൻസർ കിട്ടും. ഇത്രയും റേഡിയനാണ് വരുന്നത്. അപ്പോൾ റേഡിയൻ്റെ ആൻസറിൽ പൈ എന്നുള്ള ടേം ഉണ്ടാവും. ഇൻക്ലൂഡിങ് പൈ ആയിരിക്കും റേഡിയൻ മെഷർമെൻറ്റിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ 40 degree 20 minutes എന്ന് പറഞ്ഞാൽ 121 π/540 ആണ് ആൻസർ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. കൺവേർട്ട് 6 radians into degree measure. അതെങ്ങനെയാണെന്ന്? 6 radians ആണ്. അപ്പോൾ 6 radians ഈസ് ഈക്വൽ ടു 6 into 1 radian ആണ്. 1 radian എന്ന് പറഞ്ഞാൽ 180 by pi വരും. ഇത്രയും ഡിഗ്രി എന്നാണ് വരിക. ഇത്രയും ഡിഗ്രി വരും ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ശരിക്കും 1080 ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. പിന്നെ ഇൻറ്റു ഡിവൈഡ് ബൈ പൈ ആണ്. പൈയുടെ വാല്യൂ 22/7 ആണ്. അപ്പോൾ 7 ഇവിടെ കിട്ടും. ഇത് വർക്കൗട്ട് ചെയ്താൽ 343, പിന്നെ ഫ്രാക്ഷൻ വരും 7/13. ഇത്രയും ഡിഗ്രി വരും. അപ്പോൾ 343 എന്നുള്ള കംപ്ലീറ്റ് ഡിഗ്രി ഉണ്ട്. പ്ലസ് 7/13 ഡിഗ്രിയിലേക്ക് മാറ്റണം. 7/13 അല്ല വരുന്നല്ലേ, 7/11 വരും. 7/11 ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 7/11 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പം അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര വരും? 343 ഡിഗ്രി പ്ലസ് 38 മിനിറ്റ് പ്ലസ് 10.9 ഡെസിമലായിട്ട് വരുന്നുണ്ട്, സെക്കൻഡ് എന്ന് വരും. ഇത്രയാണ് കറക്റ്റ് റേഡിയൻ മെഷർ. ഡിഗ്രി അതിനേക്കാൾ ചെറിയ യൂണിറ്റ്, മിനിറ്റ് അതിനേക്കാൾ ചെറിയ സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. വേറൊരു ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻ വിച്ച് സെൻട്രൽ ആംഗിൾ ഓഫ് 60 degree intercepts an arc length 37.4 centimeter. അപ്പോൾ ഫൈൻഡ് റേഡിയസ്. അപ്പോൾ R കാൽക്കുലേറ്റ് ചെയ്യണം. സെൻട്രൽ ആംഗിൾ തീറ്റ ഈസ് ഗിവൺ ആസ് 60 degree ആൻഡ് ആർക്ക് ലെങ്ത് L ഈസ് ഗിവൺ ആസ് 37.4 centimeter. ഓക്കെ, R ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് L ഈസ് ഈക്വൽ ടു R തീറ്റ which implies R is equal to L by theta. R is equal to L by theta. അങ്ങനെ ചെയ്താൽ 37.4 പിന്നെ
ഡിഗ്രി അതിൽ 60 ഡിഗ്രിയാണ് കൊടുത്തത്. അതിനെ തീറ്റ എന്നുള്ളത് റേഡിയനിലേക്ക് എടുക്കണം. അല്ലെങ്കിൽ ടാർ തീറ്റയിൽ ഫോം അപ്ലൈ ചെയ്യുമ്പോൾ തീറ്റ എന്നുള്ളത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ട്. 60 ഡിഗ്രി കണക്കായിട്ട് എന്ത് വരും? 60 ഡിഗ്രി പറഞ്ഞാൽ 60 × π/180 ചെയ്താൽ π/3. അപ്പോൾ /π/3 അല്ല കേട്ടോ. അപ്പോൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 37.4 × 3/π എന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ പൈ എന്നുള്ള മെഷർമെൻറ്റ് യൂസ് ചെയ്യേണ്ടത് 22/7. അങ്ങനെ നോക്കുമ്പോൾ 37.4 × 3/22/7 അവിടെ ×7 ഇവിടെ ചെയ്താൽ മതി. ഇത് കാൽക്കുലേറ്ററിലോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 35.7 സെൻറ്റിമീറ്റർ. ഇതാണ് റേഡിയസ്. ഓക്കെ. അപ്പോൾ L = r θ എന്നുള്ള ഫോർമുലയിൽ യൂസ് ചെയ്യുമ്പോൾ തീറ്റ ഷുഡ് ബി ഇൻ റേഡിയൻ മെഷർ. തീറ്റ ഷുഡ് ബി ടേക്കൺ ഇൻ റേഡിയൻ മെഷർ. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ. The minute hand of a watch is 1.5 cm long. How far does its tip move in 40 minutes? ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് മിനിറ്റ് ഹാൻഡ് ഓഫ് ദ വാച്ച് 1.5 cm. അപ്പോൾ L എടുക്കാം അല്ലേ? 1.5 cm മിനിറ്റ് ഹാൻഡിൻ്റെ. അപ്പോൾ ഇതാണ് ഒരു ക്ലോക്കിൽ മിനിറ്റ് ഹാൻഡ് എന്ന് വിചാരിക്കും. ഇതിൻ്റെ ടിപ്പ് ഇതാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് സെൻറ്റർ. ഇത് 1.5 ആണ് തന്നിട്ടില്ല സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇതും 1.5 തന്നെ വരും 6. അപ്പോൾ ഇവിടെ ഇല്ലതാണ് തീറ്റയായിട്ട് എടുക്കുന്നത്. ഇതാണ് ആർക്ക് ലെങ്ത്ത്. ഇത്ര ആർക്ക് ലെങ്ത്ത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് L 1.5 എടുക്കാം. തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ. അപ്പോൾ തീറ്റ 40 മിനിറ്റ്സ് എന്നാണ് തന്നത്. 40 മിനിറ്റ്സിനെ നമുക്ക് മാറ്റണം. അപ്പോൾ നമുക്കറിയാം 60 മിനിറ്റ്സ്. ഇൻ 60 മിനിറ്റ്സ് മിനിറ്റ് ഹാൻഡ് കംപ്ലീറ്റ് റെവല്യൂഷൻ ഒറ്റ പ്രാവശ്യം. therefore in 40 മിനിറ്റ്സ് അങ്ങനെ വരും 40/60. അപ്പോൾ തീറ്റ = 40/60. ക്യാൻസൽ ചെയ്താൽ 2/3 ഓഫ് റെവല്യൂഷൻ. 2/3 ഓഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 2/3 ഓഫ് റെവല്യൂഷൻ ആണ് വരിക. അപ്പോൾ 2/3 × 360 ചെയ്താൽ മതി. ഒന്നുകിൽ ഡിഗ്രിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇനി റേഡിയനിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ റേഡിയനിലാണല്ലോ എടുക്കേണ്ടത്. 2/3 360 ഡിഗ്രി അല്ലെങ്കിൽ 4π/3 എന്ന് പറയും. 4π/3 റേഡിയൻ എന്ന് പറഞ്ഞാൽ മതി. കാരണം 360ക്ക് പകരം അവിടെ 2π എന്ന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ 2π എന്ന് എഴുതണം റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ 4π/3 റേഡിയനാണ് തീറ്റ. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ L = r θ which means 1.5 അല്ലേ? അപ്പം L = 1.5 × 4π/3 എന്ന് ചെയ്താൽ മതി. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ 1.5 3ൽ 2 ടൈംസ് 2 4ൽ 2 ടൈംസ് അങ്ങനെ 2π സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 2π സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 2 × 3.14 എന്ന് ചെയ്യാം. അങ്ങനെ 6.28 ആണ് സെൻറ്റിമീറ്ററാണ് ആർക്ക് ലെങ്ത് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ ഹൗ ഫാർ ഡസ് ഇറ്റ് ടിപ്പ് മൂവ് എന്നാണ്. അപ്പോൾ ആർക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. മിനിറ്റ് ഹാൻഡിൻ്റെ ടിപ്പ് മൂവ് ചെയ്തതിൻ്റെ ആർക്ക് ലെങ്ത്. അപ്പോൾ 6.28 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യും. ഓക്കെ. ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇഫ് ദ ആർക്സ് ഓഫ് ദ സെയിം ലെങ്ത് in two circles subtend angles 65 degree and 110 degree at the center, find the ratio of their radii. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പറയുന്നത് ഇഫ് ദ ആർക്സ് ഓഫ് ദ സെയിം ലെങ്ത് ഇൻ 2 സർക്കിൾസ് ആണ്. അപ്പോൾ ഒരു സ്മോളർ റേഡിയസ് ഉള്ള സർക്കിളും ഒരു ലാർജർ റേഡിയസ് ഉള്ള സർക്കിളും വിചാരിക്കുക. ഇതിൽ റേഡിയസ് R1 എടുക്കുക, ഇതിൽ റേഡിയസ് R2. ഇങ്ങനെ 2 സർക്കിളുണ്ട്. അതിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആർക്ക് ലെങ്ത് L1, ഇതിൽ ഉള്ളത് L2. ഇവിടെ ഉള്ള θ1,
ഇവിടെ സെൻട്രൽ ആംഗിൾ θ2. അങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്തില്ലേ. അതായത് ലെറ്റ് R1 and R2 are 2 radii. R1 R2 2 radii. R1, R2 radii. അതുപോലെ L1 and L2 arc lengths. പിന്നെ θ1 θ2 angles. Given that θ1 is equal to 65 degree, which is equal to 65 into pi by 180. Clear? 180 റേഡിയൻ. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്താൽ 65ലും 180ലെല്ലാം 5 എല്ലാം ക്യാൻസൽ ചെയ്താൽ 13 pi by 36 കിട്ടും. ഇത്രയും റേഡിയനാണ് θ1. ഇതുപോലെ θ2 ചെയ്താൽ θ2 ഈസ് ഗിവൺ ആസ് 110 ഡിഗ്രി, വിച്ച് ഈസ് ഈക്വൽ ടു 110 ഇൻറ്റു pi by 180. ഇതിലും 0 ക്യാൻസൽ ചെയ്തു. പിന്നെ കിട്ടുന്നത് 11 pi by 18 ആണ്. പക്ഷെ നമുക്ക് നേരത്തെ ഡിനോമിനേറ്റർ 36 കിട്ടിയതുകൊണ്ട് ഇത് 36 ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ 22 pi ഡിവൈഡ് ബൈ 36. ഓക്കെ, θ1 ആൻഡ് θ2 കിട്ടി, ആംഗിൾസ് കിട്ടി. അപ്പോൾ ലെങ്ത്ത്, അപ്പോൾ ഗിവൺ ദാറ്റ് L1 ഓഫ് ലെങ്ത് ഈസ് ഈക്വൽ ടു L2. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. 2 ലെങ്ത്സ് ആർ ഈക്വൽ. സോ R1 θ1 വിൽ ബി ഈസ് ഈക്വൽ ടു R2 θ2 എന്ന് എഴുതാൻ പറ്റും, സിൻസ് L ഈസ് ഈക്വൽ ടു R θ. ഓക്കെ, R1 θ1 എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R1 by R2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു θ2 ഡിവൈഡ് ബൈ θ1 എന്ന് എഴുതാം. മാത്തമാറ്റിക്കലി അങ്ങനെ എഴുതാൻ പറ്റും. θ2 എന്ന് പറഞ്ഞാൽ θ2 എത്രയാണെന്ന് എടുത്ത് θ2 by θ1. അപ്പോൾ ഇത് കിട്ടുന്ന മെഷർമെൻറ്റ് 22 pi by 36 ഹോൾ ഡിവൈഡ് ബൈ 13 pi by 36. അപ്പോൾ ഈ രണ്ട് 36 നമുക്ക് ക്യാൻസൽ ചെയ്യാം, പൈയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ 22 by 13 എന്നില്ല, ലാസ്റ്റ് കിട്ടും 22 by 13. ഇത് R1 by R2. ക്വസ്റ്റ്യൻ R1 ഈസ് ടു R2 ആണ്. ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ഓഫ് R1 ഈസ് ടു R2 വിച്ച് ഈസ് ഈക്വൽ ടു 22 ഈസ് ടു 13. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ് ഇന്ന് നൽകിയത്. ഇതിന് തുടർന്നുള്ള എക്സസൈസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇത് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ ഡെയിലി പോപ്പ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള ക്ലാസ് എല്ലാ എക്സസൈസും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോകാം. ഓക്കെ, ഗുഡ് ബൈ.